ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ ബിഗ് ബോസിൽ നടന്ന ഇന്നേഴ്സുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വഴക്കാണ് കേട്ടോ. അതായത് ജാസ്മിൻ കുളിക്കാൻ പോകുന്ന സമയത്ത് റസ്മിനും അർജുനും കൂടെ ജാസ്മിനോട് പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സ് ജാസ്മിൻ അവിടെ വെച്ചു. ഇത് പവർ ടീം ആയിരുന്നിട്ട് കൂടി ജിൻഡോ ഇത് കണ്ടിട്ട് പല പ്രാവശ്യം ജാസ്മിനോട് പറഞ്ഞു ആ ഡ്രസ്സ് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ. പക്ഷേ ജാസ്മിൻ അത് ചെവികൊള്ളാനും പോയില്ല, അതെടുത്ത് മാറ്റിയതുമില്ല. അപ്പോൾ ജിൻഡോ എന്ത് ചെയ്ത് ഈ സമയം അവിടെ നടന്ന മീറ്റിങ്ങിൽ ഇതെല്ലാവരും കേൾക്കെ അങ്ങോട്ടത്തേക്ക് ഭയങ്കര വലിയ രീതിയിൽ അത് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടോക്കിൻ്റെ ആവശ്യം അവിടെ ഇല്ലായിരുന്നു. കാരണം ഒരു പെൺകുട്ടി എന്നുള്ളൊരു പരിഗണന കൊടുത്ത് അങ്ങനെ അവിടെ ഒരു എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് എൻ്റെ ഒരു ഇത്. അപ്പോൾ പേഴ്സണലി വേണമെങ്കിൽ അതങ്ങ് പറയാം. പക്ഷേ അവിടെ ജിൻഡോ നല്ല വലിയ രീതിയിൽ അവിടെ പറഞ്ഞു. കാരണം പല കാര്യങ്ങളും പറയുമ്പോഴും ജിൻഡോയുടെ കയ്യിൽ നിൽക്കുന്നതല്ല, ഒത്തിരി മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ജിൻഡോയുടെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. അപ്പോൾ ഇത് എന്താ ചെയ്ത് ജാസ്മിനെ വലിയൊരു രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ച്. എന്നിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആളാണ്, അപ്പോൾ ഇത് ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും ജാസ്മിൻ അവിടെ എന്താ പറയണ ആ ബിഗ് ബോസ് ഇളക്കി മറിച്ചു എന്ന് വേണം പറയാൻ. ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുമ്പോഴേക്കും ഒരു പ്രാവശ്യം ജിൻഡോ കിച്ചണിൽ ചൂല് വെച്ച് അത് മാറ്റായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുമ്പോഴേക്കും. അതായത് ഇടയ്ക്കിടയ്ക്ക് ഗബ്രിയും ജാസ്മിനും കൂടി പറയുന്നുണ്ട് ചൂല് അവിടെ കിച്ചണിൽ വെച്ചത് തെറ്റായിപ്പോയി എന്ന്. അപ്പോൾ അതിങ്ങനെ കേൾക്കുന്തോറും ജിൻഡോയ്ക്ക് എന്തോ ഒരു വല്ലാത്തൊരു എന്താ പറയണ ദേഷ്യം തന്നെ ഉണ്ടായി. അപ്പം ജാസ്മിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം വെച്ചിട്ടാണ് ജിൻഡോ അതവിടെ എടുത്ത് ഇട്ടത്. പക്ഷേ അതൊരു വലിയൊരു വഴക്കിലേക്ക് തന്നെ അത് പോയി. രണ്ടുപേർക്ക് അതൊരു കോംപ്രമൈസ് രീതിയിൽ അങ്ങ് പോകാമായിരുന്നു. പക്ഷേ ജിൻഡോയുടെ പല കാര്യങ്ങളും വരുമ്പോഴും ആരും അവിടെ ഒരു ഭൂരിഭാഗം പേരും ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാനില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം ജിൻഡോ അത് വിട്ടു കൊടുക്കാറില്ല. പക്ഷേ വലിയ തെറിയിലേക്കൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ പരസ്പരം ആർക്കും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കുന്നത്. അടുത്ത ദിവസത്തെ വഴക്ക് എന്താണെന്നുള്ളത് അടുത്ത ദിവസം കാണിക്കാം.